മാണിയുടെ രാജി ആവശ്യപ്പെട്ട അടിയന്തര പ്രമേയത്തിന്റെ അവതരണം കോടതി മുറിയിലേതുപോലെ വാദപ്രതിവാദങ്ങളിൽ മുങ്ങി. മാണിയെ രക്ഷിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം പകൽ പോലെ വ്യക്തമാണെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ മാണിക്ക് പൂർണ്ണ പിന്തുണയുമായി ഭരണപക്ഷം രംഗത്തെത്തി. വിജിലൻസിന്റെ സത്യസന്ധത തെളിഞ്ഞില്ലേ എന്ന ചോദ്യവും ഭരണപക്ഷം പ്രതിപക്ഷത്തോട് ഉന്നയിച്ചു. മാണിക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ സഭാ നടപടികൾ പ്രതിഷേധത്തിൽ മുങ്ങുമെന്ന് ചോദ്യോത്തരവേളയിൽ തന്നെ വ്യക്തമായിരുന്നു. ചോദ്യോത്തരം നിർത്തിവെച്ച് 9:30 അടിയന്തര പ്രമേയത്തിലേക്ക് കടന്നപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും കൊമ്പുകോർത്തു. കെ മാണിക്ക് പൂർണ്ണ സംരക്ഷണം നൽകി ആദ്യം രംഗത്തെത്തിയത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങളുടെ സത്യാവസ്ഥ വിജിലൻസ് പരിശോധിച്ചിട്ടില്ലെന്നും കെ മാണി കുറ്റക്കാരനല്ലെന്നും രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു. ഇവിടെ മാണി സാറിനെ കുറ്റക്കാരനാണെന്ന് വിജിലൻസ് കണ്ടെത്താത്ത സാഹചര്യത്തിൽ, അദ്ദേഹത്തിനെതിരായി ഉന്നയിച്ച ആരോപണങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കാത്ത സാഹചര്യത്തിൽ കെ.എം. മാണി സാറ് രാജിവെക്കേണ്ട കാര്യം ഇല്ല എന്ന് അസന്നിഗ്ധമായി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ കേസിൽ സർക്കാരിന്റെ അഭിപ്രായം തേടരുതെന്ന് ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും രമേശ് ചെന്നിത്തല കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എങ്ങനെ അറിഞ്ഞുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചോദ്യം ഉന്നയിച്ചു. പണം ചോദിച്ചു വാങ്ങിയെന്നൊരു കേസ് വന്നിട്ട് അസാധാരണമായ ഒരു കേസായിട്ട് ഈ അസാധാരണമായ നടപടി നേരിടുന്ന ഒരു മന്ത്രി, അങ്ങനെ ഒരു അസാധാരണമായ കേസ് ഇവിടെ വന്ന സാഹചര്യത്തിൽ ആ അസാധാരണമായ ഒരു മന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ പറ്റുമോ? എഫ്ഐആറിലുള്ള കാര്യങ്ങൾ മാത്രമാണ് താൻ പറഞ്ഞതെന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ മറുപടി. ഒരു ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്താൽ നാടിന്റെ സ്ഥിതി എന്താകുമെന്ന ആശങ്കയായിരുന്നു മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. എന്നാൽ ഡ്രൈവറായാലും സ്വീപ്പറായാലും മനുഷ്യരല്ലേ എന്ന് VS തിരിച്ചടിച്ചു. ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് മാണി വ്യക്തമാക്കണമെന്നും VS ആവശ്യപ്പെട്ടു. ആരാണ് സാർ ഗൂഢാലോചന നടത്തിയത്? അത് തുറന്നു പറയണം. ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നത് ശരിയല്ല സാർ. ഹൈക്കോടതി ഇടപെടലില്ലായിരുന്നുവെങ്കിൽ മാണിക്കെതിരെ വിജിലൻസ് യാതൊരു നടപടിയും സ്വീകരിക്കില്ലായിരുന്നുവെന്ന് VS സുനിൽകുമാർ MLA യും പറഞ്ഞു. സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാതായതോടെ നടപടികൾ വേഗത്തിലാക്കി ഡെപ്യൂട്ടി സ്പീക്കർ ഇന്നത്തേക്ക് സഭ പിരിഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.